അല്ലേ? ആ കിട്ടി, കണ്ടു കിട്ടി. ഈ മൊബൈൽ ഫോൺ കണ്ടുപിടിച്ചവനൊക്കെ മുക്കാലി കെട്ടിയിട്ട് തല്ലണം. അത്യാവശ്യം ഒരു സീൻ ഉണ്ടാക്കാന്ന് വെച്ചാൽ സമ്മതിക്കില്ല. വിഷ്ണു, നീ ആരോടാ കളിക്കുന്നതെന്ന് എനിക്കറിയില്ല. അമേരിക്കൻ പ്രസിഡന്റ് VS ഉമ്മൻചാണ്ടി സാറിനോടല്ലാന്നറിയാം. ഒരെണ്ണം പിടിപ്പിക്കുന്നോ? ബിപിക്ക് അസല് വരുന്ന പേടയ്ക്കണ്ട. ഈ മുറി വിട്ട് പോവാന്നുള്ള ഒരാഗ്രഹവും ഈ തലയിൽ പോലും വേണ്ട. വിഷ്ണുവർദ്ധന്റെയും രവിവർമ്മ സാറിന്റെ മകൾ മീരയും തമ്മിലുള്ള വിവാഹം കഴിയുന്നതുവരെ അതുവരെ പുറം ലോകം കാണിക്കില്ല തന്നെ ഞാൻ. പുറം ലോകം കാണിക്കില്ല എന്ന് പറഞ്ഞ് നടന്നിട്ട് ഇപ്പൊ എന്തായി? അവൻ ഏതാണ്ട് അകത്തായി. മീരമോളിപ്പോ എല്ലാ സത്യം അറിഞ്ഞിട്ടുണ്ടാവും അല്ലേ മക്കളെ? അറിഞ്ഞിട്ടുണ്ടാവുമെന്ന് മാത്രമല്ല, എത്രയും പെട്ടെന്ന് അവൾ ഇങ്ങോട്ട് വരികയും ചെയ്യും. എല്ലാം മനസ്സിലാക്കി മീര വരും. ഇന്നല്ലെങ്കിൽ നാളെ. ഇന്ന് തന്നെ വരും. നമ്മളിവിടെ ഉണ്ടെന്നറിഞ്ഞ ആ നിമിഷം മീര ഇവിടെ ഓടിയെത്തും. ആ പറഞ്ഞ് നാക്കെടുത്തില്ല. മീരമോള് വന്നെന്ന് തോന്നുന്നു. എന്താ അഡ്വക്കേറ്റെ, വാലിന് തീ പിടിച്ചോ? അതോ തലയിൽ കടന്നൽ കൂടി ഇളകിയോ? തുടങ്ങിക്കോ. തന്റെ സ്ഥിരം ഡയലോഗില്ലേ, വെച്ചേക്കില്ല കുഴിച്ചു മൂടും. ഏതെങ്കിലും ഒന്ന് പറഞ്ഞു തുടങ്ങി വെക്കില്ലേ? നമ്മൾ തമ്മിലുള്ള ഈ കളി ബോറടിച്ചു തുടങ്ങി. അതുകൊണ്ടാ എളുപ്പത്തിൽ കാര്യത്തിലേക്ക് കടക്കാന്ന് തീരുമാനിച്ചത്. കളി എനിക്കും ബോറടിച്ചു തുടങ്ങി. പക്ഷേ നിങ്ങളുടെ ഈ പുതിയ കളി കൊണ്ട് ഒരു കുഴപ്പം പറ്റിപ്പോയതാണേ. അത് ആപത്തായി പോയെങ്കിൽ ക്ഷമിക്കണം. ഇനി ഒരാപത്തും വരില്ല. വരാൻ പോകുന്ന നിനക്ക അത്യാപത്ത്. അതെ, നിങ്ങൾ വർമ്മ സാറിനോട് വിളിച്ചു വരുത്തി വിഷ്ണുചരിതം ആട്ടക്കഥ എല്ലാം ധരിപ്പിച്ച സ്ഥിതിക്ക് എനിക്കിനി രക്ഷയില്ലല്ലോ. പാവം ആ വർമ്മ സാറിന്റെ കാലദോഷം. താൻ എന്താ പറഞ്ഞേ? മനസ്സിലായില്ലേ? നിങ്ങളുടെ അതിസാമർത്ഥ്യം കാരണം വർമ്മ സാറിന്റെ ജീവൻ അപകടത്തിലായിരുന്നു. അപകടത്തിലായെന്നോ? എനിക്ക് മീരെ വിവാഹം ചെയ്തല്ലേ പറ്റൂ. അതിന് തടസ്സമായി നിൽക്കുന്നത് ആരാണെങ്കിലും വിഷ്ണുവർദ്ധൻ അവരെ ഇല്ലാതാക്കിയിരിക്കും. വർമ്മ സാറ് വഴി വിഷ്ണുവിനെ മീരയിൽ നിന്ന് അകറ്റാനുള്ള നിങ്ങളുടെ ആഗ്രഹം നടക്കില്ല എന്ന്. അയാളുടെ ജീവൻ ഇപ്പതാ എന്റെ കൈക്കുള്ളിൽ. മോളെ, ഓറഞ്ച് വർമ്മ സാർ അവന്റെ തടവില്ല. കർത്താവേ, അവൻ അദ്ദേഹത്തെ എന്തെങ്കിലും ചെയ്യുവോ? എന്തായാലും വിവാഹത്തിന് ഇനി അധിക ദിവസം ഇല്ലാത്തതിനാൽ ആപത്തൊന്നും സംഭവിക്കില്ല എന്ന് വേണം കരുതാൻ. പക്ഷേ വർമ്മ സാറ്
വിഷമിക്കാതിരിക്കും. സാറിനെ എവിടെയെങ്കിലും കെട്ടിയിട്ട് അവൻ മീരെ വിവാഹം ചെയ്യും. അതാ അവന്റെ പ്ലാൻ. അവന്റെ ആ പ്ലാൻ നടക്കില്ല. അതേ നടക്കൂ. വർമ്മ സാറിനെ തടവിലാക്കിയാൽ മീരയും അവനും തമ്മിലുള്ള വിവാഹം തടസ്സപ്പെട്ടു എന്ന് വേണം കരുതാൻ. നീ എന്തൊക്കെയാ മോളെ ഈ പറയുന്നേ? വർമ്മ സാർ ഇല്ലാതെ മീര വിവാഹത്തിന് തയ്യാറാവുമെന്ന് തോന്നുന്നുണ്ടോ? അത് ഇല്ല പാറു, അച്ഛനില്ലാതെ മീര വിവാഹത്തിന് തയ്യാറാവില്ല. ഒരിക്കലും തയ്യാറാവില്ല.